രമേശിന്റെ കെട്ടിടങ്ങൾ പൊളിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. രാജധാനി കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗങ്ങൾ പൊളിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായാണ് അനധികൃത നിർമ്മാണം കണ്ടെത്തിയത്. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ പി താജുദ്ദീൻ ചേരുന്നുണ്ട്. താജുദ്ദീൻ, വിശദാംശങ്ങൾ. സൗമ്യ, തിരുവനന്തപുരം നഗരത്തിൽ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ നടത്തുന്ന പ്രോജക്ടിന് സംസ്ഥാന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകുകയായിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഡോക്ടർ ബിജു രമേശ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ കോടതി സർക്കാരിന് അനുമതി നൽകി. എന്നാൽ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ കെട്ടിടത്തിന് പൂർണ്ണമായ നാശനഷ്ടം ഉണ്ടാകാതെ നോക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ റദ്ദാക്കിയിരുന്നു. ഭൂവിനിയോഗ നിയമവും അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ മാത്രമേ ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റെടുക്കാവൂ എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി. എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ പ്രകാരം ഏറ്റെടുക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിയമപരമല്ലെന്നും സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിച്ചു. ഈ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയത്. ഓപ്പറേഷൻ അനന്തയ്ക്ക് പൂർണ്ണമായും അംഗീകാരം നൽകുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. 47ഓളം കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനാണ് നടപടി സ്വീകരിച്ചത് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ബിജു രമേശ് ഒഴിച്ച് മറ്റു മുഴുവൻ ആളുകളും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ നിന്നും പുറകോട്ട് പോവുകയും ഒപ്പം തന്നെ ഒഴിപ്പിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ സമുച്ചയത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് ഈ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സൗമ്യ, താജുദ്ദീൻ, ഒരുപക്ഷെ ഈ ഒരു വിഷയം ഏറ്റവും ശക്തമായി ഒരു നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് ചെന്നൊരു സാഹചര്യം നമുക്കറിയാം. ബാർ വിഷയത്തിൽ വലിയ ശക്തമായ നിലപാടുകൾ ബിജു രമേശ് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് വലിയൊരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു കോടതിയിൽ? സർക്കാരിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ അനുമതിയുണ്ട്, അധികാരമുണ്ട് എന്നുള്ള വാദമാണ് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഉന്നയിച്ചത്. കേന്ദ്ര നിയമപ്രകാരമുള്ള ഇത്തരം ഒരു അനുവാദവും അധികാരവും ഉപയോഗിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധി നിയമപരമല്ല എന്ന വാദവുമാണ് മുന്നോട്ട് ഉന്നയിച്ചത്. ഭൂവിനിയോഗ നിയമവും അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമവും മാത്രമേ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവൂ എന്ന നിലപാടാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത് എന്നും ഇത് നിയമപരമല്ല എന്നുള്ള വാദമാണ്, നിയമപരമായ വാദങ്ങളാണ് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചത്. ഈ നിയമത്തിന്റെ സാധുതയാണ് കോടതി പരിശോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിംഗിൾ ബെഞ്ചിന്റെ ഈ നിലപാട് നിയമപരമല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചട്ടങ്ങളും നിയമവും പ്രകാരവും സർക്കാർ ഭൂമി സ്വകാര്യ ഭൂമി കയ്യേറ്റമുണ്ടായാൽ ഏറ്റെടുക്കാൻ അധികാരമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത്. സൗമ്യ, താജുദ്ദീൻ, ഇപ്പോൾ ബിജു രമേശ് അപ്പീലിന് പോവുകയാണ്. അവിടുത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും സുപ്രീം കോടതി മുമ്പാകെ അപ്പീലിനുള്ള സാഹചര്യം നിലവിലുണ്ട്. ബിജു രമേശിന് ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. സിംഗിൾ ബെഞ്ച് അനുകൂല വിധി ബിജു രമേശിന് നൽകിയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത് നിയമാനുസൃതമല്ല എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എടുത്ത സാഹചര്യത്തിൽ തീർച്ചയായും ബിജു രമേശിന് സുപ്രീം കോടതിയിൽ നിയമപരമായ പോരാട്ടത്തിന് ഇനിയും സാഹചര്യമുണ്ട്. ഈ നിയമാവശങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി തന്നെ ബിജു രമേശിന് നൽകാമെന്നുള്ളതാണ് നിയമപരമായ വസ്തുതയും. ആ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിയമപരമായ വിലയിരുത്തൽ ശരിയായിരുന്നോ എന്ന കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അന്തിമ തീർപ്പ് ബിജു രമേശിന് ഉണ്ടാക്കാവുന്നതാണ്. ഒരുപക്ഷെ താജുദ്ദീൻ, കോടതികളുടെ ഈ ഒരു വ്യത്യസ്ത നിലപാട് തന്നെ അതിൽ ഉന്നയിക്കപ്പെടുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും രാഷ്ട്രീയമടക്കമുള്ള ആരോപണങ്ങൾക്കൊക്കെയും ഒരുപക്ഷെ അതിലൊക്കെ സാധുത പകരുന്നതാണോ, അല്ലെങ്കിൽ ആ വിധത്തിൽ കരുത്ത് പകരുന്നതാണോ? കോടതിയിൽ മുമ്പാകെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ജില്ലാ കളക്ടർ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂള് ചട്ടങ്ങൾ പ്രകാരം നടപടി സ്വീകരിച്ചത് നിയമപരമാണോ എന്നതാണ് സിംഗിൾ ബെഞ്ച് ആദ്യം വിലയിരുത്തിയത്. എന്നാൽ ജില്ലാ കളക്ടറുടെ നടപടി പൂർണ്ണമായും തെറ്റായിരുന്നു, നിയമപരമായിരുന്നില്ല എന്ന സിംഗിൾ ബെഞ്ച് വിലയിരുത്തുകയായിരുന്നു. ഭൂവിനിയോഗ നിയമവും ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമവും രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചട്ടങ്ങൾ പ്രകാരം ഇത്തരം ഒരു വലിയ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കുന്നത് നിയമപരമല്ല എന്ന നിലപാടായിരുന്നു സിംഗിൾ ബെഞ്ചിന്. എന്നാൽ ആ നിയമപരമായ സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിയമപര നിലപാട് പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വിലയിരുത്തിയുണ്ടായത്. ഭൂസംരക്ഷണ നിയമവും ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഉണ്ടെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചട്ടങ്ങൾ പ്രകാരവും കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളില്ല. ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ തന്നെ പൊളിച്ചു നീക്കുന്നതിന് കോടതി അനുമതി നൽകുകയായിരുന്നു. സർക്കാരിന്റെ ഭൂമിയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പൊളിച്ചു നീക്കുന്നതിന്, കെട്ടിടത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ പൊളിച്ചു നീക്കുന്നതിനാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. തീർച്ചയായും നിയമപരമായ പോരാട്ടമാണ് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഇപ്പോൾ നടന്നത്. ഈ നിയമസാധുത, ഡിവിഷൻ ബെഞ്ചിന്റെ നിയമസാധുത തീർച്ചയായും സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതി ഹർജിയിലൂടെ എതിർകക്ഷിയായ ബിജു രമേശിന് ചോദ്യം ചെയ്യാവുന്നതാണ്. സൗമ്യ. താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നേരത്തെ തന്നെ ബിജു രമേശിന്റെ ഹോട്ടൽ സമുച്ചയം പൊളിക്കാം എന്ന തരത്തിലുള്ള സർക്കാർ നീക്കത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. പൊളിച്ചു നീക്കാം, കെട്ടിടത്തിന് കേടുപാട് വരുത്താതെ കൃത്യമായി സർക്കാർ ഭൂമി അളന്നു മാറ്റി ഹോട്ടൽ പൊളിച്ചു നീക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത്. പട്ടിക പുറത്തു വന്നതിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അമർഷം പുകയുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാനെ വെട്ടിയെങ്കിലും 4 പ്രധാന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിൽ സുധീരൻ ക്യാമ്പ് അസ്വസ്ഥരാണ്. കളങ്കിതരുടെ മണ്ഡലത്തിൽ സുധീരൻ പ്രചരണത്തിൽ പോകേണ്ട എന്നാണ് അനുകൂലികളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് ഇടപെടലാണ് ഐ ഗ്രൂപ്പിന്റെ നോട്ടം. ബെന്നി ബെഹനാന്റെ പേര് വെട്ടാനുള്ള നീക്കത്തെ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി എതിർത്തിരുന്നു. എല്ലാ പിടിവാശികളും അംഗീകരിക്കേണ്ടെന്ന് സുധീരനും AK ആന്റണിയും ഈ ഘട്ടത്തിൽ നിലപാടെടുത്തു. ഇതോടെയാണ് എ ഗ്രൂപ്പിന്റെ മാനേജരും മുഖ്യമന്ത്രിയുടെ വലങ്കയുമായ ബെന്നി പുറത്താകുന്നത്. കടുത്ത അതൃപ്തിക്കിടയിലും PT തോമസിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് എ ഗ്രൂപ്പ് നേതാക്കളും എത്തി. ഗ്രൂപ്പിലെ തന്നെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ച് ബെന്നിയെ വെട്ടിയെങ്കിലും സുധീരനും നഷ്ടങ്ങളേറെയാണ്. മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട കെ ബാബുവും അടൂർ പ്രകാശും KC ജോസഫും മത്സരിക്കുന്നതിനൊപ്പം സുധീരന്റെ ഏറ്റവും അടുപ്പക്കാരായ KP അനിൽകുമാറും ജോൺസൺ അബ്രഹാമും സ്ഥാനാർത്ഥി പട്ടികയിൽ തഴയപ്പെട്ടു. കോട്ടയം പത്തനംതിട്ട DCC അധ്യക്ഷന്മാരായ ടോമി കല്ലാനിക്കും P മോഹൻരാജിനും വേണ്ടി അവസാന നിമിഷം വരെ സുധീരൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥതകൾ എ ക്യാമ്പിലും സുധീരൻ ക്യാമ്പിലുമുണ്ട്. കളങ്കിതരുടെ മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ പ്രചരണത്തിന് പോകേണ്ടെന്ന നിലപാടും സുധീരൻ അനുകൂലികൾ സ്വീകരിക്കുന്നു. ദീർഘകാല രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിന് വെല്ലുവിളിച്ചുള്ള നടപടികൾ ഉമ്മൻചാണ്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഐ ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഹൈക്കമാൻഡ് ഇടപെടലും ഉമ്മൻചാണ്ടി വിരുദ്ധർ പ്രതീക്ഷിക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പുകൾ. സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തതിൽ കൊല്ലത്ത് ചേർന്ന ഐ ഗ്രൂപ്പ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. INTUCയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. പ്രതിഷേധ സൂചകമായി കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂട്ടിൽ ബുക്ക് ചെയ്ത ഹാൾ ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഐ ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി RSPക്ക് നൽകി. ഇപ്പോൾ VM സുധീരന്റെ ഗ്രൂപ്പുകാരന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തലമോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ കണ്ണ് തുറക്കണം. എന്നെപ്പോലെ പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാരെ, പ്രാദേശികമായിട്ട് നേതൃത്വത്തിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ സ്ഥാനത്ത് ഞാൻ 75-ൽ KSUവിൻ്റെ അഞ്ചാലൂർ സ്കൂളിലെ ലീഡറായി, 78 കാലയളവിൽ പ്രാക്കളൻ സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു. KSUവിൻ്റെ പാരമ്പര്യം മൂലം എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറിയായി. അപ്പോൾ മറ്റു പലർക്കും ചിലപ്പോൾ KSUവിൻ്റെ പാരമ്പര്യം മൂലം അവകാശപ്പെടാൻ പറ്റത്തില്ല. അതേസമയം AICC ലിസ്റ്റിലുണ്ടായിരുന്ന എ ഗ്രൂപ്പുകാരിയായ ഉദയ സുകുമാരനെ ഒഴിവാക്കി BM ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയ സുകുമാരനെ മത്സരിപ്പിക്കാൻ എ ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട്. INTUCയും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, അല്പം മുമ്പാണ് എ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഉദയ സുകുമാരൻ ഒരുപക്ഷെ കൊല്ലത്തെ VM സുധീറിന്റെ സ്ഥാനാർത്ഥിയായ സൂരജ് രവിക്കെതിരെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സൂരജ് രവിക്കെതിരെ മത്സരരംഗത്ത് വരാൻ തയ്യാറെടുക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി കുന്തലമോഹനെ ഐ ഗ്രൂപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം നമ്മളോട് നമ്മുടെ ഈ വാർത്തയിൽ തന്നെ അദ്ദേഹം അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദയ സുകുമാരൻ അല്പം മുമ്പ് കൊല്ലം പ്രസ് ക്ലബിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിരൂക്ഷ ഭാഷയിലാണ് VM സുധീറിന് എതിരെ അവർ വാക്കുകൾ പറഞ്ഞത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ അവർ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു. എന്തായാലും ശരി, ഇതിന് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ നില പരുങ്ങലിലാണ്, തോൽവി ഉറപ്പ് എന്നാണ് അവർ ആരോപിച്ചത്. അതേസമയം സ്ഥാനാർത്ഥി ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പറയാനാകില്ല. അത് വരുന്ന ദിവസങ്ങളിൽ അതവർ പറയുമെന്ന് വ്യക്തമാക്കി. അതേസമയം UDF കൺവെൻഷൻ ഇന്ന് കൊല്ലം മണ്ഡലത്തിന്റെ കൺവെൻഷൻ ആദ്യം തീരുമാനിച്ചിരുന്നു. അഞ്ചാലുമൂട് അഞ്ചു ഓഡിറ്റോറിയത്തിലാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഐ ഗ്രൂപ്പുകാർ തന്നെ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയം അവർ തന്നെ അത് ഉപേക്ഷിക്കുകയായിരുന്നു, ക്യാൻസൽ ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുവരും UDF കൺവെൻഷൻ മാത്രം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. ഞങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തി ഏറ്റവും ശുദ്ധമായ ഗ്ലിസറിൻ കൊണ്ട്. ഇത് 13 തവണ ഫിൽറ്റർ ആകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നു മനോഹര ചർമ്മം. അത് യങ്ങായി കാണപ്പെടും. പേഴ്സ് അതേപോലെ ഇരിക്കൂ, യങ്ങായിരിക്കൂ. ഇവനെവിടെ പോയി? റിക്കി, മുത്തശ്ശിയുടെ 10 രൂപ. സാരമില്ല. 10 രൂപയുടെ സർഫ് എക്സൽ കൊണ്ട് ഈ കറ മുഴുവൻ വൃത്തിയാകും. സർഫ് എക്സൽ ഈസി വാഷ് ഇപ്പോൾ വെറും 10 രൂപയ്ക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി ആരാവും നിശ്ചയിക്കുക. ആവനാഴിയിൽ അവസാന ആയുധവും തേച്ചുമിനുക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി അവതരിപ്പിച്ച് വൈകിട്ട് 6:30 പീപ്പിൾ TV. MCR മുണ്ടുകൾ ഷർട്ടുകൾ സഭ പിടിക്കാൻ ബ്രോട്ട് യു ബൈ MCR മുണ്ടുകൾ ഷർട്ടുകൾ. MCR പ്യൂർ വൈറ്റ് മുണ്ടുകൾ ഷർട്ടുകൾ. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അബ്ദുൽ ഖാദർ KC ജോസഫിനെതിരെ മത്സരരംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചാരണവും UDFന്റെ സിറ്റിംഗ് മണ്ഡലം കൈവിട്ടുപോകുമോ എന്ന ആശങ്കയിലാഴ്ത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധ ശബ്ദം ഉയർന്നു തുടങ്ങി. ഇരിക്കൂറിൽ 35 വർഷം MLAയും കഴിഞ്ഞ തവണ മന്ത്രിയുമായ KC ജോസഫിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദറിന്റെ രാജിയിലേക്കും ഒപ്പം കോൺഗ്രസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വരെയും എത്തിയിരിക്കുന്നു. വികസന വിരുദ്ധൻ എന്ന ആക്ഷേപമാണ് KC ജോസഫിനെതിരെയുള്ള പ്രധാന ആയുധവും. എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം 35 വർഷം ഈ നാട് പിന്നോട്ടടിച്ചത് കണ്ടു സഹിക്കാൻ പറ്റാത്ത ജനതയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാവശ്യം ഇരിക്കൂറിൽ നോമിനേഷൻ കൊടുക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ പറ്റില്ല? സ്വന്തം നാട്ടിൽ പിന്തുണയില്ലാത്ത ആൾക്ക് എന്ത് ഗ്രാഫ്? സ്വന്തം നാട്ടിലാണല്ലോ പിന്തുണ വേണ്ടത്. സ്വന്തം നാട്ടിൽ പിന്തുണയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ KC ജോസഫിനെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനി K സുധാകരന്റെ നോമിനിയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ലീഗ് അണികളിലും A ഗ്രൂപ്പിലും ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ജന്മന ജയിക്കാൻ ജനിച്ചവനെ മാറ്റി ജന്മന തോൽക്കാൻ ജനിച്ചവനെ എന്തിന് സുധാകര സ്ഥാനാർത്ഥിയാക്കി തുടങ്ങി ലീഗ് അണികൾ പോസ്റ്റർ പതിച്ചതും UDFന്റെ കണ്ണൂർ മണ്ഡലത്തിലെ അടിത്തറയിളകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ അണികളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. 35 വർഷങ്ങൾക്കു ശേഷം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ ഇരിക്കൂറിലും KC ജോസഫിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇരിക്കൂറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരിക്കൂറിൽ നിന്നും
ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ചടയമംഗലത്ത് MM ഹസനെതിരെ മത്സരിക്കുമെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ചിതറ മധു. ഇത്തവണ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അല്ല, ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെയാണ് പരിഗണിച്ചതെന്നും ചിതറ മധു പീപ്പിളിനോട് പറഞ്ഞു. നേതാക്കന്മാരോട് ഒരവസരം തരണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു. 50 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം ഒരവസരം തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പരിഗണനയില്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് അവരെ വോട്ട് പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇനി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ആർക്കും വേണ്ടി വോട്ട് പിടിക്കാൻ ചിട്ടില്ല. സ്വന്തമായി എനിക്ക് വോട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മത്സരിക്കാനാണ് തീരുമാനിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ചെറുപ്പക്കാരെയും വനിതകളെയും പൂർണ്ണമായും അവഗണിച്ചതായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ലീന. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കാണ് സീറ്റുകൾ ലഭിച്ചതെന്നും അവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വനിതകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരാതി തന്നെയാണ്. 8 സീറ്റ് മാത്രമായി വനിതകൾ ചുരുങ്ങി പോയിരിക്കുകയാണ്. ഗ്രൂപ്പ് മാനേജർമാരുടെ പെട്ടി ചുമക്കുന്നവർക്കും അവർക്ക് ചവിട്ടിക്കയറുവാൻ മുതുകു താഴ്ത്തി കൊടുക്കുന്നവർക്കുമായാണ് 82 സീറ്റിലും പട്ടിക ആ രീതിയിലൂടെയാണ് പുറത്തു വന്നത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നു. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ. കോങ്കോട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിലെ ഐ ഗ്രൂപ്പിൽ അമർഷം പുകയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന ശാന്ത ജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുയർത്തു. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്ത ജയറാമിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ. ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. ഐ ഗ്രൂപ്പ് നേതാവ് പന്തളം സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത്. ജില്ലാ ഐ ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത്. മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തളം സുധാകരൻ വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രശ്നമില്ല. ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അവരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും KSU സംസ്ഥാന പ്രസിഡന്റുമായ VS ജോയിക്കെതിരെ മണ്ഡലത്തിലും പാലക്കാട്ടും വ്യാപകമായി പോസ്റ്ററുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുമെന്ന വാർത്ത വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. മലമ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PT തോമസിനെതിരെ തൃക്കാക്കരയിൽ ചുവരെഴുത്ത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ PT വേണ്ടെന്ന് കരികൊണ്ട് എഴുതിയിരിക്കുന്നു. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായ്ച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ചുവരെഴുത്തിന്റെ ഉറവിടം വ്യക്തമല്ല. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാന് പകരം PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ PT തോമസിനെതിരെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യാനുള്ള ശ്രമമറിഞ്ഞ് 80 വയസ്സുകാരി താലൂക്ക് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പാണ് ഇവരുടെ സമരത്തിലൂടെ പൊളിഞ്ഞത്. ഒരാഴ്ച മകനോടൊപ്പം താമസിക്കാൻ പോയ 80 വയസ്സുകാരി ചിറമൽ നാരായണിയുടെ വോട്ട് തള്ളാനുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ ശ്രമം പരാജയപ്പെട്ടു. പേരാവൂർ അസംബ്ലി മണ്ഡലത്തിലാണ് സംഭവം. മകനോടൊപ്പം താമസിക്കാൻ പോയ തക്കം നോക്കി കോൺഗ്രസ് നേതാവും ബൂത്ത് പ്രസിഡന്റുമായ കൂവക്കര ബാലകൃഷ്ണൻ 7ാം നമ്പർ ഫോറത്തിൽ നാരായണിക്കെതിരെ പരാതി നൽകുകയായിരുന്നു. നാരായണിയമ്മ വീട്ടിലില്ലാത്ത അവസരത്തിൽ തറവാട്ട് വീട്ടിൽ വോട്ട് നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണം എന്ന നോട്ടീസ് ചുവരിൽ പതിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. വിവരമറിഞ്ഞ നാരായണിയമ്മ കഴിഞ്ഞ ദിവസം രാവിലെ പരാതിയുമായി താലൂക്ക് ഓഫീസിലെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. ഞാൻ അറിയില്ല. അപ്പോൾ ആ കാരണം നിങ്ങളെല്ലാവരും കൂടി എന്താണെന്ന് തീരുമാനിക്കണം, വോട്ടൊന്നും ചെയ്യണം. നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പരിഹാരമായത്. പേരാവൂർ മണ്ഡലത്തിൽ യുവജന നേതാവ് ബിനോയ് കുര്യൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായതോടെ പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ ഇടതുമുന്നണി വോട്ടുകൾ വ്യാപകമായി തള്ളാനുള്ള കള്ളപ്പരാതികൾ നൽകുന്നുവെന്ന പരാതിയും ഉയരുകയാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പരാജയ ഭീതി പൂണ്ടിട്ടുള്ള MLA സണ്ണി ജോസഫ് മുൻകൈയെടുത്താണ് ഇത്തരത്തിലുള്ള ശ്രമം. ഇത്തരത്തിൽ വ്യാജ പരാതി തന്ന് യഥാർത്ഥ വോട്ടർമാരെ വോട്ട് പട്ടികയിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് കർശന നടപടിയെടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ്.
കള്ളപ്പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണനെതിരെ LDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മണ്ഡലം കൺവെൻഷനോടെ മലമ്പുഴയിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായി തുടക്കമായി. ഭൂരഹിത കേരളം പദ്ധതി വഴി ജനങ്ങളെ കബളിപ്പിച്ച UDF സർക്കാർ 2820 ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് പതിച്ചു നൽകാനാണ് ശ്രമിച്ചതെന്ന് VS പറഞ്ഞു. അഴിമതി നടത്താൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് UDFന്റേതെന്നും VS പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിൽ VSന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശത്തോടെയായിരുന്നു തുടക്കം. അഴിമതി വിഷയത്തിൽ UDF സർക്കാരിനെതിരെ VS ആഞ്ഞടിച്ചു. ഇങ്ങനെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ജനവഞ്ചനയുമൊക്കെയായി കേരളത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതിനൊരു ശുദ്ധികലശം ആവശ്യമാണ്. LDFനെ വിജയിപ്പിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ, ആ കലശം നിർവഹിക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെയും പാർട്ടിയെയും VS കടന്നാക്രമിച്ചു. മൈക്രോ ഫൈനാൻസ് കേസിന്റെ വിധി വരുന്നതോടെ വെള്ളാപ്പള്ളിക്ക് പൂജപ്പുരയിലേക്ക് വഴി തുറക്കുമെന്നും VS പറഞ്ഞു. കേസിന്റെ വിധി വരുന്ന മുറയ്ക്ക് മിസ്റ്റർ നടേശന് പൂജപ്പുരയിലേക്കുള്ള വഴി നന്നായി തുറന്നു കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ആദർശങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്ത് BJPയായി കൂട്ടുകൂടി ചേർന്ന് ഇപ്പോൾ വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ വഞ്ചിച്ച നടേശനും കൂട്ടർക്കും ചുട്ടപ്രഹരമേൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാവ് K. ഇസ്മായിൽ, LDF ജില്ലാ കൺവീനർ ചാമുണ്ണി, CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ് തുടങ്ങിയ വിവിധ കക്ഷി നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.